ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി നമ്മളെ നാട്ടിൽ നിന്നുള്ള സങ്കേതത്തിലേക്ക് വന്നതാണ് കേട്ടോ. സങ്കേതം എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലാവും, ഇതൊരു വയൽ നടുവിലൂടെ ഒരു തോട് ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. അപ്പോൾ നടുക്കൂടെ റോഡാണ് കേട്ടോ, രണ്ട് ഭാഗത്തും വയലുകളാണ്. അപ്പോൾ അവിടെ നല്ലോണം വെള്ളമൊക്കെ കയറും മഴക്കാലത്ത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പല ഭാഗത്ത് നിന്ന് ആൾക്കാർ വരലുണ്ട് കേട്ടോ. നല്ല രസമാണ്, നല്ല പ്യുവർ വാട്ടറാണ് കേട്ടോ, അങ്ങനെ ഐക്യ വെള്ളമൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് അതിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു മക്കളെ ഇറക്കുമ്പോൾ, കാരണം ഇപ്പം എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉള്ള സമയമാണല്ലോ, മഞ്ഞപ്പിത്തം അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിട്ടോ. പക്ഷെ എൻ്റെ മുത്ത് പറഞ്ഞാലൊന്നും കേൾക്കില്ല, ഓന് വെള്ളം കണ്ടാൽ ആദ്യം ഇറങ്ങണം. പിന്നെ കൂടെ രണ്ട് കുട്ടിപ്പട്ടാളങ്ങളും ഓൽക്കും ഇറങ്ങണം കേട്ടോ കണ്ടാൽ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഞങ്ങളൊക്കെ ആസ്വദിച്ചിട്ടോ. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്. മഴ സീസണിലാണ് കൂടുതലും ആൾക്കാർ വരുള്ളൂ, കാരണം ആ സമയത്തെ വെള്ളം ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പം മഴ അധികം പെയ്യുകയാണെങ്കിൽ ഈ വയലും റോഡൊക്കെ ഒരേപോലെ ആവും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ വാഹനങ്ങൾക്ക് വരാനും നമുക്കിപ്പോൾ ഉള്ള ആൾക്കാർക്ക് വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല വെള്ളം ഏറിയ സമയത്ത് ഇവിടെ പൂട്ടിയിട്ടതായിരുന്നു കേട്ടോ, ഇങ്ങോട്ട് അലൗഡ് അല്ലായിരുന്നു. പോലീസുകാരൊക്കെ വന്ന് ആൾക്കാരെ ഓടിപ്പിക്കലായിരുന്നു കേട്ടോ. ഈ സങ്കേതം എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു കേട്ടോ. പറയുമ്പോൾ നമ്മൾ അടുത്ത് തന്നെയാണ്, ഒരു അരമണിക്കൂർ ഓട്ടൊക്കെ ഉള്ളൂ, 1/4 മണിക്കൂർ ട്രാവൽ ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ഞങ്ങളിതുവരെ പോയിട്ടില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഞാനിങ്ങനെ റീൽസിലും അല്ലാതെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടെങ്കിലും ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇക്കാനോടൊക്കെ പറഞ്ഞപ്പോൾ പോയി നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്ന് നോക്കുമ്പം പിന്നെ മുത്തിന് വെള്ളം കണ്ടാൽ ഇറങ്ങണമെന്ന് തന്നെ. പിന്നെ കുറേ ഞങ്ങൾ അവിടെ നോക്കിയിരുന്നു ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചെക്കന്മാരൊക്കെ. അങ്ങനെ പിന്നെ ഓന് ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓനും റെന്നും മിനയും ഇറങ്ങി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാക്കി അനിയനും ഓലും ഇറങ്ങിയിട്ടുണ്ടായിനെ. ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നല്ലൊരു മഴ പെയ്തിട്ടോ. പിന്നെ ഓടി വണ്ടിയിലേക്ക്. അങ്ങനെ ഓല് പിന്നെ പുറത്തുണ്ടായിരുന്നു കേട്ടോ. ഞാനും ജാബിയും മാമിയും ഉമ്മയും മക്കളൊക്കെ കാറിൽ കുറേ നേരം ഇരുന്ന്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മഴയൊക്കെ പോയതിന് ശേഷം പുറത്തിറങ്ങി കേട്ടോ. ഇതുവാക്ക് ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇനിയിപ്പം മഴൻ്റെ പാറ്റിൽ കൊണ്ടാൽ ആവും വിചാരിച്ചിട്ട് തലയിലൊക്കെ മുണ്ടിട്ട്. പിന്നെ അതാ അവിടെ ഇങ്ങനെ മസ്കാബണ്ണും ഇറാനി ചായയും പാലടപ്രധാനവും പിന്നെ ഐസ്ക്രീം അങ്ങനെ ഒരുപാട് ഇതേപോലെ ചെറിയ കടകളിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മസ്കാബണ്ണും ഇറാനി ചായ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് പാലടപ്രഥമനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മസ്കാബണ്ണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാലടപ്രഥമൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാം, നമുക്ക് എന്തോ ഒരു ഇടങ്ങേറ്, ഒരാളോട് വാങ്ങി ഒരാളോട് വാങ്ങിക്കുമ്പോൾ ഓൽക്കൊരു വിഷമാണല്ലോ. അങ്ങനെ ഞങ്ങൾ മസ്കാബണ്ണ് കഴിക്കുന്നവർക്ക് മസ്കാബണ്ണ് ഞാൻ മസ്കാബണ്ണാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായില്ലേ. പിന്നെ ഉമ്മയും അനിയനും ഓലൊക്കെ പാലടപ്രഥമ മതി പറഞ്ഞ് അങ്ങനെ ഓല അത് വാങ്ങി കഴിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങിട്ടോ. അങ്ങനെ പോന്ന വഴിക്കൽ പിന്നെ ഞങ്ങൾ വീണ്ടും ചായക്കൊക്കെ കയറിയിരുന്നു. അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.